നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം 4 മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. അതിനുശേഷം ഒരു സവാള തീരെ കനം കുറഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെക്കാം. അത് കഴിഞ്ഞ് 3 വെളുത്തുള്ളി, ഒരു ശകലം ഇഞ്ചി, ഇവ നമുക്ക് നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് മാറ്റി വെക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ സവാളയിൽ അല്പം ഉപ്പിട്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കാം. അന്നേരം നമുക്ക് സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ അത് എളുപ്പമാകും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടാറുണ്ട്. അതിനുശേഷം നമുക്ക് അടുപ്പിലൊരു കത്തിച്ച് നമുക്ക് ചീനിച്ചട്ടി വെച്ച് അതിലോട്ട് ശകലം എണ്ണ ഒഴിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകിടാം. കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്കതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് നല്ലപോലെ വഴറ്റി നമുക്ക് വാടാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് നേരം അടച്ച് വെക്കുമ്പോഴത്തേക്കിന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ വാടി കിട്ടുന്നതാണ്. നമ്മൾ ഇത് സവാള അരിഞ്ഞ് വെച്ചപ്പോഴത്തേക്കിന് ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞും ഉപ്പ് നോക്കിയിട്ട് ശകലം കൂടി ചേർക്കും. ഇത് എന്നിട്ട് നല്ലപോലെ മൂടി വെക്കും. അത് കഴിഞ്ഞ് നമുക്ക് വാടി വരുമ്പോഴത്തേക്കിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയുമാണ് ഇതിന് ചേർക്കാനായിട്ട് എടുക്കുന്നത്. ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നമുക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ആണ് ഒരു 5 മിനിറ്റ് കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി റെഡിയാവുന്നതാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും.